മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ കണ്ണൻ്റെ കാൽവിരലുകൾ ചലിക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് മേഘനാഥനാണെങ്കിൽ എയർ ഹോളിക്കട നോക്കുന്നുണ്ട്. അതേസമയത്ത് മാർക്കോ വന്നിട്ട് എന്താടാ നിനക്കിവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അത് ഞാനിവിടെ കണ്ണനെ കാണാനായിട്ട് വന്നതാണ്, അപ്പോൾ ഇവിടെ എത്തിയപ്പം എൻ്റെ താക്കോല് ചാടിപ്പോയി, അത് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയെന്ന് പറയണം. ഇത് കേട്ടതും വാതിൽ തുറന്ന് നമ്മളുടെ അനന്തവും വരുന്നുണ്ട്. അനന്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിൻ്റെ താക്കോൽ എവിടെയാടാ ചാടിപ്പോയേ. ആ സമയത്ത് നമ്മളുടെ മേഘനാഥൻ എന്തൊക്കെയോ പറഞ്ഞ് ഒഴിയുന്നുണ്ടെങ്കിലും ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് കണ്ണൻ്റെ കാല് ചലിക്കുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവനത് നോക്കാൻ വേണ്ടി വന്നതാണെന്നും ഇനിയിപ്പോൾ എന്തായാലും ഒരുപാട് സൂക്ഷിച്ചേ പറ്റൂന്നു. അങ്ങനെ നമ്മളുടെ അനന്തുവിനോട് കണ്ണൻ ചോദിക്കുന്നുണ്ട്, എടാ അനന്തു എൻ്റെ കാല് ചലിക്കണത് എങ്ങാനും അവൻ കണ്ടിട്ടുണ്ടാവുമോ എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട് അതിന് കണ്ണൻ സാർ എന്തിനാ പേടിക്കണേ, കണ്ണെങ്കിൽ കാണട്ടെ, എന്തായാലും അവനൊക്കെ അസുരജന്മം തന്നെയാണെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കരുണേനെയാണ്. കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട് അമ്മയുടെ പിറന്നാൾ ദിവസം വരെ ആ മഹാലക്ഷ്മിക്ക് ആയുസ് ഉണ്ടാവുള്ളൂ, അന്നത്തെ ആ ദിവസം കഴിഞ്ഞാൽ പിന്നെ അവൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല, അത് കഴിഞ്ഞിട്ടേ എനിക്ക് സന്തോഷിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ആ സമയത്ത് ഉണ്ണിക്കാണെങ്കിൽ മനസ്സിൽ നല്ല ഭയമുണ്ട്. കാരണം ഇപ്പം മഹാലക്ഷ്മിയെയും കണ്ണനെയും പല പ്രാവശ്യം ഇവർ അപായപ്പെടുത്താൻ നോക്കിയിട്ടുണ്ടെങ്കിലും ഒരിക്കലും മഹാലക്ഷ്മിക്കോ കണ്ണനോ ഒന്നും സംഭവിച്ചില്ല. സംഭവിക്കുന്നതെല്ലാം അപായപ്പെടുത്താൻ നോക്കുന്നവർക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനി കരുണയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നുള്ളൊരു ഭയം കൊണ്ട് ഉണ്ണി പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് കരണേ നീ ഇപ്പോൾ അതൊന്നും ചിന്തിക്കണ്ട, നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട സമയമല്ല, എന്തായാലും അവർ മരിക്കുമോ ജീവിക്കുമോ എന്തെങ്കിലും ചെയ്യട്ടെ, നീയായിട്ട് അവരൊന്നും ചെയ്യാൻ നിൽക്കണ്ട കരണേ, പിന്നെ അത് കേസും പ്രശ്നമൊക്കെ ആവുമെന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് അതൊരിക്കലും കേസൊന്നും ആവില്ല, കാരണം അമ്മയുടെ പിറന്നാളിൻ്റെ എന്നല്ലേ അവൾക്ക് സംഭവിക്കുന്നത്, അതുകൊണ്ട് തന്നെ അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കാനൊന്നും അവരാരും തയ്യാറാവില്ല എന്ന് പറയണു. എന്നാലും കരണേ നീ ഒന്നും കൂടി ആലോചിച്ചിട്ടും മതി ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടണത്. എന്തായാലും നിൻ്റെ ചേച്ചിക്ക് എന്തോ ഒരു ശക്തിയുണ്ട്, അത് നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായതാണ്. ഇതിനു മുമ്പ് അമ്മാവൻ ചേച്ചിനെ വീഴിക്കാൻ നോക്കിയിട്ട് അമ്മാവൻ തന്നെയാണ് വീണിരിക്കുന്നത്. ഞാൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു, നിൻ്റെ ചേച്ചി ആ തട്ടിക്കട നടന്നിട്ട് ആ തട്ട് പൊളിഞ്ഞ് താഴേക്ക് വീണില്ല, പക്ഷെ അമ്മാവൻ കയറി ചവിട്ടിയതും തട്ട് പൊളിഞ്ഞ് താഴേക്ക് വീണു. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാമല്ലോ നിൻ്റെ ചേച്ചിയുടെ രക്ഷയ്ക്കായിട്ട് ഏതോ ഒരു ശക്തി നിൻ്റെ ചേച്ചിക്ക് ഒപ്പം ഉണ്ടെന്ന്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും അതും പറഞ്ഞ് പേടിച്ചിരുന്നോ, ഞാൻ എന്തായാലും അതും പറഞ്ഞ് ഭയന്നിരിക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്കൊരു സന്തോഷം ഉണ്ടാവില്ല. സ്വന്തം ഭാര്യയുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ സാധിക്കാത്ത നിങ്ങളൊരു ഭർത്താവാണോ? നല്ല ഭർത്താവാണെങ്കിൽ ഭാര്യ എന്താഗ്രഹിച്ചാലും അത് നടത്തി കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ളവരെ നമുക്ക് ആണെന്ന് വിളിക്കാൻ പറ്റുള്ളൂ. നിങ്ങളെപ്പോലെയുള്ളൊരു കിഴങ്ങനെ ഒരിക്കലും ആണെന്ന് സങ്കല്പിക്കാൻ പോലും എനിക്ക് പറ്റില്ല. എന്തായാലും ഞാൻ തീരുമാനിച്ചതിൽ നിന്നും ഞാനിനി പിന്നോട്ടില്ല എന്ന് പറയുന്നു. കരുണയുടെ ആ പരിഹാസം കേട്ടതും ഉണ്ണിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഉണ്ണി തിരിച്ച് മറുപടിയൊന്നും പറയാതെ അവിടുന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനെ മേഘനാഥനെയാണ്. മേഘനാഥൻ ഓടിപ്പടിച്ച് വാമദേവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വാമദേവൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയിടാ മേഘ, നീ എന്തെങ്കിലും ഓടി വരണേന്ന് ചോദിക്കുമ്പം അത് അച്ഛാ ആ കണ്ണൻ്റെ ഇടതുകാലും ചലിക്കുന്നുണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ എയർ ഹോളിക്കട നോക്കണ സമയത്ത് അവൻ്റെ കാല് രണ്ടും ചലിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അത് കേട്ടതും വാമദേവൻ അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നുണ്ട് നീ പറയണത് നേരാണോ മേഘ, നീ ശരിക്കും കണ്ടതാണോ എന്ന് ചോദിക്കുമ്പം ശരിക്കും കണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ആ എയർ ഹോളിൽ കൂടെ നോക്കണ സമയത്ത് എനിക്ക് അവൻ്റെ രണ്ട് കാലും അനങ്ങണത് പോലെയാണ് തോന്നിയത്. പെട്ടെന്ന് തന്നെ ആ മാർക്കോ വന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ സമയം നോക്കാൻ പറ്റിയില്ല. മാർക്കോ വന്നിട്ട് എന്നോട് കൈയോടുകൂടി പിടിച്ചു എന്ന് പറയുന്നു. ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവൻ നിന്നെ ഉപദ്രവിക്കുക എന്തെങ്കിലും ചെയ്തോടാന്ന് ചോദിക്കുമ്പം തൽക്കാലം ഉപദ്രവിച്ചൊന്നുമില്ല, ഇനി ആ ഭാഗത്തെങ്ങാനും കണ്ടാൽ അവൻ എന്നെ വെറുതെ വിടില്ല എന്നാണ് പറഞ്ഞേക്കണേ. എന്തായാലും ഞാനിനി പിന്നോട്ട് മാറാനൊന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്നു. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് നീ ഇനിയിപ്പോൾ തൽക്കാലം അങ്ങോട്ടേക്കൊന്നും പോകാൻ നിൽക്കണ്ട, ആ മാർക്കോടി എങ്ങാനും കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നിന്നെ അവൻ വെറുതെ വിടില്ല. അവൻ്റെ കയ്യിൽ നിന്നൊന്ന് കിട്ടിയാൽ പിന്നെ നമുക്ക് എഴുന്നേറ്റ് നടക്കാനും പറ്റില്ല, എനിക്കും പ്രതാപനും കിട്ടിയേക്കണല്ലേ എന്ന് പറയുന്നു. ആ സമയത്ത് മേഘനാഥൻ ഇങ്ങനെ എന്തോ ആലോചിച്ചിരിക്കുമ്പോൾ വാമദേവൻ പറയുന്നുണ്ട് നീ എന്തായാലും ദുർഗയെ വിളിച്ച് ഈ വിവരം ഒന്ന് പറഞ്ഞുതരേ എന്ന് പറയുന്നു. അങ്ങനെ നമ്മളുടെ മേഘൻ ദുർഗയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട്. മേഘൻ്റെ കോള് കണ്ടതും ദുർഗ വേഗം തന്നെ ഇവനെന്തിനാ ഇനി എന്നെ വിളിക്കണേ, എൻ്റെ മോളുടെ ജീവിതവും തകർത്തിട്ട് എന്തായാലും എടുത്തു നോക്കാമെന്നും പറഞ്ഞ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്താടാ മേഘ എന്ന് ചോദിക്കുമ്പം അതേ അപ്പച്ചി എനിക്കൊരു സംശയമുണ്ട്, കണ്ണൻ്റെ രണ്ട് കാലും ചലിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നണേന്ന് പറയണം. ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് നിനക്കിപ്പോൾ അങ്ങനെ ഒരു സംശയം ഉണ്ടാവാൻ കാരണം എന്താണെന്ന് ചോദിക്കുമ്പം ഞാനിന്ന് കണ്ണൻ്റെ റൂമിൻ്റെ വെളിയിൽ വന്ന് ആരും കാണാതെ കണ്ണൻ്റെ റൂമിലേക്ക് എയർ ഹോളിൽ കൂടെ ഒളിഞ്ഞ് നോക്കിയ സമയത്ത് അവൻ്റെ രണ്ട് കാലും അനങ്ങണത് പോലെ എനിക്ക് തോന്നി. പക്ഷെ കുറച്ച് സമയം കൂടി നോക്കിയിരുന്നെങ്കിൽ എനിക്കത് ക്ലിയർ ആയാനെ. അപ്പോഴേക്കും ആ മാർക്കം വന്നതുകൊണ്ട് പിന്നീട് എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയില്ല. എന്തായാലും
നമ്മളിൽ നിന്ന് അവർ ആ സത്യങ്ങൾ മറച്ചു വെച്ചിരിക്കണേയായിരിക്കും. ഞങ്ങൾ തോമസ് ഡോക്ടറോട് ചോദിച്ചപ്പോഴും തോമസ് ഡോക്ടർ പറഞ്ഞത് കണ്ണന് പുരോഗമനം ഒന്നുമില്ലാന്നാ, അത് ഡോക്ടറും അവരും കൂടി ഒത്തു കളിക്കണേന്നാണ് എനിക്ക് തോന്നണേന്ന് ദുർഗയോട് പറയുമ്പം ദുർഗ പറയുന്നുണ്ട്, അതേടെ മോനെ, കുറച്ച് ദിവസം മുമ്പ് അവൻ്റെ റൂമിലോട്ട് ഞാൻ ചെന്ന സമയത്ത് അവൻ്റെ 2 കാലും ചലിക്കുന്നത് ഞാൻ കണ്ടതാണ്. അന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പം അവൻ പറഞ്ഞത് അത് അമ്മയ്ക്ക് തോന്നിയതായിരിക്കുമെന്നാ. അതുമാത്രമല്ല, ഞാനത് സ്വപ്നം കാണുകയും ചെയ്തു. ആ കണ്ണൻ തനിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നിൽക്കുന്നതും മഹാലക്ഷ്മിയായിട്ട് സംസാരിക്കുന്നതെല്ലാം ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അന്ന് രാവിലെ ചെന്നപ്പോഴാണ് അവൻ്റെ കാല് ചലിക്കുന്നത് ഞാൻ കണ്ടത്. അതുപോലെ കരുണമോളും ഒരിക്കൽ ഈ കണ്ണൻ്റെ കാല് ചലിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞിരുന്നു. അന്ന് ഞാൻ വിശ്വസിച്ചില്ല. ശരിക്കും അവർ നമ്മളിൽ നിന്ന് അതെല്ലാം മറച്ചു വയ്ക്കണേയായിരിക്കും. ഇനിയിപ്പോൾ എന്ത് ചെയ്യൂടാ മോനെ എന്ന് ചോദിക്കുമ്പോൾ മേഘം പറയുന്നുണ്ട്, കണ്ണൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ പോകുന്നില്ല, അതിനുള്ള അവസരം ഞാൻ അവന് കൊടുക്കൂല. അപ്പച്ചി അതോർത്ത് ടെൻഷൻ ആവണ്ട, ധൈര്യമായിട്ടിരിക്കുന്നു പറയുന്നു. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം നമ്മളുടെ ദുർഗയാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, മേഘം വിളിച്ചിട്ടുണ്ടായിരുന്നു, കണ്ണൻ്റെ കാലുകൾ അനങ്ങുന്നുണ്ടെന്നാണ് മേഘം പറയണേന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട്, അത് മേഘേട്ടൻ പറയണത് നുണയൊന്നും അല്ല അമ്മേ, ഇതിനു മുമ്പ് ഞാനും കണ്ടതാ അയാളുടെ ഇടതുകാല് നല്ലോണം ചലിക്കണത്. അന്ന് ചോദിച്ചപ്പം നമുക്ക് തോന്നിയതാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അതൊന്നും അല്ല, അയാളുടെ 2 കാലും ചലിക്കുന്നുണ്ട് അമ്മേ. ഇനി അയാളെങ്ങാനും എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് പറയുന്നു. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, അവൻ ഒരു കാലത്തും എഴുന്നേറ്റ് നടക്കാതിരുന്നാൽ മതിയായിരുന്നു. എന്തായാലും മേഘനും മാമേട്ടനും അവിടെ ഉള്ളതുകൊണ്ട് അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം അവർ തന്നെ ഉണ്ടാക്കിക്കോളൂ എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മേ. ഇതിനു മുമ്പ് പല പ്രാവശ്യം മേഘേട്ടനും അതുപോലെ അമ്മാവനൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും നടന്നോ, ഇനിയും ഒന്നും നടക്കില്ല. അതിന് പകരമാണ് ഞാനിപ്പോൾ അവളെ തീർക്കാൻ തീരുമാനിച്ചേക്കണേന്ന് പറയുന്നു. ആ സമയത്ത് നമ്മളുടെ കരുണയുടെ മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട്. മുത്തശ്ശി വരുന്നത് മോഹിനിയുടെ പിറന്നാളിന് ദുർഗേനെ ഉണ്ണീനെയും കരുണേനെയൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് വേറൊന്നിനുമല്ല, നമ്മളുടെ മഹാലക്ഷ്മിക്ക് വിഷം കൊടുത്ത് കൊല്ലാനുള്ള തീരുമാനത്തിലാണല്ലോ കരുണയും കരുണയുടെ മുത്തശ്ശിയും നിൽക്കണം. അപ്പോൾ ആ രംഗങ്ങളൊക്കെ ദുർഗയ്ക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവരെ വിളിക്കാൻ വന്നിരിക്കുന്നത്. അങ്ങനെ ദുർഗ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കണ്ണനും മഹാലക്ഷ്മി പിറന്നാൾ നടത്തണമെങ്കിൽ ഞങ്ങൾ വരണോ മുത്തശ്ശി അങ്ങോട്ടൊന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വരണം, എന്തായാലും അന്നത്തോടുകൂടി അവളുടെ ചലനം നിലയ്ക്കുമെന്ന് പറയുന്നു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, മേഘേട്ടൻ വിളിച്ചിട്ട് അയാളുടെ കാലുകൾ രണ്ടും അനങ്ങി തുടങ്ങിയെന്ന് ആ മുത്തശ്ശി പറഞ്ഞ്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൻ്റെ കാല് അനങ്ങിയാലും നടന്നാലും ഇനി ഒരു പ്രയോജനമില്ല. 18-ാം തീയതി എന്ന് പറയണ ഒരു ദിവസം ഉണ്ടെങ്കിൽ അവളുടെ ചലനം നിലച്ചിരിക്കും. പിന്നെ അവൻ ഭാര്യയില്ലാതെ കരഞ്ഞുകൊണ്ട് നടക്കുകയുള്ളൂ, വീൽ ചെയറിൽ തന്നെ ആയിപ്പോയിക്കോളും, പിന്നെ അവൻ എഴുന്നേറ്റ് നടക്കുകയൊന്നുമില്ല എന്ന് പറയുന്നു. അത് കേട്ടിട്ട് ദുർഗയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട്, ഇതെങ്കിലും നടന്നാൽ മതിയായിരുന്നു. ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ അവളുടെയും അവൻ്റെയും മരണം ആഘോഷിച്ചു, അന്നൊക്കെ അവർ ജീവനോടുകൂടി തിരിച്ചു വന്നു. ഇതെന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല അമ്മേ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഞാനും മുത്തശ്ശി ആയതുകൊണ്ട് ഇതെന്തായാലും പരാജയപ്പെടില്ല, വിജയിക്കും. അതുകൊണ്ട് അമ്മ അതോർത്ത് ടെൻഷനാവണ്ടെന്ന് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തും മാർക്കോയും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട്, ഇനി എന്തായാലും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. ആ മേഘനാഥൻ ഈ റൂമിന് ചുറ്റിപ്പറ്റി എപ്പോഴും ഉണ്ട്. അവനിന്ന് ഈ എയർ ഹോളിൽ കൂടെ നോക്കണത് ഞങ്ങൾ കണ്ടതാ. അതുപോലെ തന്നെ ആ സമയത്ത് കണ്ണൻ്റെ കാൽവിരലുകൾ ചലിക്കണത് അവൻ കണ്ടോയെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അവൻ വീണ്ടും വരും ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മളവനെ വെറുതെ വിടരുത്. എന്തായാലും ആദ്യം വന്നപ്പോൾ മാർക്കോ അവനെ ഒന്ന് വിരട്ടി വിട്ടതുകൊണ്ട് അവൻ പെട്ടെന്നൊന്നും വരില്ലായിരിക്കും എന്ന് കണ്ണൻ പറയുമ്പം മാർക്കോ പറയുന്നുണ്ട്, അതൊക്കെ കണ്ണൻ സാറിൻ്റെ വെറൊരു തോന്നലാണ്. ആ സമയം മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും അവൻ ഇനിയും വരും. ശരിക്കും അവൻ അവൻ്റെ അച്ഛനെയും കൊണ്ട് വന്നത് അച്ഛനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, കണ്ണേട്ടന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അതിന് കണ്ണേട്ടൻ്റെ രണ്ടാനമ്മയുടെയും അനിയൻ്റെയും ഒക്കെ സപ്പോർട്ടും ഉണ്ടാവും. അതുകൊണ്ടാണ് അവൻ ഈ റൂമിനെ ചുറ്റിപ്പറ്റി നടക്കണേ. എന്തായാലും നമ്മളിനി കുറച്ചും കൂടി സൂക്ഷിക്കണം കണ്ണേട്ടാന്ന് പറയുന്നു. ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കണ്ണൻ സാറിൻ്റെ കാലുകൾ ചലിച്ചു എന്ന് അവനക്ക് അങ്ങോട്ട് മനസ്സിലാവട്ടെ, അവൻ എന്ത് ചെയ്യാനാ? അവനക്ക് കണ്ണൻ സാറിനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അവൻ കണ്ണൻ സാറിൻ്റെ അടുത്തേക്ക് പോലും വരില്ല. അതോർത്ത് മഹാലക്ഷ്മിയും കണ്ണൻ സാറും പേടിക്കണ്ടെന്ന് പറയണു. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ വാമദേവനെയും മേഘനാഥനെയാണ്. മേഘനാഥനാണെങ്കിൽ കണ്ണൻ്റെ കാലുകൾ ചലിച്ചോന്ന് ഉറപ്പ് വരുത്താഞ്ഞിട്ട് ഒരു മനസ്സമാധാനവും ഇല്ലാതെ വാമദേവനോട് പറയുന്നുണ്ട്. എന്നാലും അവൻ്റെ കാലുകൾ ചലിക്കുമ്പോൾ എനിക്ക് തോന്നി അച്ഛാ, ഇനിയിപ്പോൾ അത് സത്യമാണോ എന്ന് ഉറപ്പ് വരുത്താണ്ട് എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല എന്ന് പറയുന്നു. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, തൽക്കാലം നീ അങ്ങോട്ട് പോവാതിരിക്കണേയിരിക്കും നല്ലതെന്ന് പറയുമ്പോൾ മേഘനാഥൻ, അങ്ങനെ പോവാതിരുന്നാൽ എങ്ങനെയാ അച്ഛാ ശരിയാവണേ? നമ്മൾ പോയാലല്ലേ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ. അവൻ്റെ കാലുകളെങ്ങാനും ചലിച്ചു കഴിഞ്ഞാൽ അവൻ വീൽ ചെയറിൽ
എയറിൽ നിന്ന് അധികം വൈകാതെ തന്നെ എഴുന്നേൽക്കും. പിന്നെ നമ്മളൊന്നും ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല എന്ന് പറയുന്നു. ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട്, എന്നാൽ നമുക്കൊരു പണി ചെയ്യാം, ഇപ്പം ആ മാർക്കോയൊക്കെ അവിടെ ഉണ്ടോയെന്ന് നീ ഒന്ന് നോക്കിയിട്ട് വാ, അവരവിടെ ഇല്ലെങ്കിൽ നമുക്ക് പതിയെ അവൻ്റെ റൂമിൻ്റെ വെളിയിൽ ചെന്ന് റൂമിലോട്ട് നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ നമ്മളുടെ മേഘനാഥൻ ഇപ്പുറത്ത് വന്നിട്ട് കണ്ണൻ്റെ റൂമിൻ്റെ പരിസരത്ത് മാർക്കോ ഉണ്ടോയെന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് മാർക്കോയും അനന്തവും ഒന്നും അവിടെ ഇല്ലയെന്ന് മനസ്സിലായിട്ട് വാമദേവൻ്റെ വീൽ ചെയർ ഉന്തിക്കൊണ്ട് മേഘനാഥൻ കണ്ണൻ്റെ റൂമിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട്. അവിടെ ചെന്നതും വാമദേവനോട് നോക്കാൻ പറയുമ്പോൾ ഞാൻ എങ്ങനെ നോക്കാനാടാ നീ നോക്കുന്നു പറയണു. അങ്ങനെ നമ്മളുടെ മേഘനാഥൻ എയർ ഹോളിൽ കൂടെ അകത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മളുടെ മേഘനാഥനാണെങ്കിൽ തെറിച്ച് നിലത്ത് വീഴുന്നുണ്ട്. എന്നിട്ട് എഴുന്നേറ്റ് നോക്കണ മേഘനാഥനും അതുപോലെ വാമദേവനും ഇങ്ങനെ ഭയന്ന് വിറച്ചിരിക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. മിക്കവാറും നമ്മളുടെ മാർക്കോയായിരിക്കും വാതിൽ തുറന്ന് വെളിയിലോട്ട് വന്നിരിക്കുന്നത്. അത് മിക്കവാറും അടുത്ത എപ്പിസോഡിലേ കാണിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.